ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ സ്വാഭാവികമായും CPM-നോടൊരു അനുകമ്പയോ അല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ടല്ലോ എന്ന തോന്നലോ ഒക്കെ ഉണ്ടാക്കുക സ്വാഭാവികമല്ലേ ശ്രീ സേനാപതി വേണു? അത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിക്ക് സാധ്യത സൃഷ്ടിക്കുന്നില്ലേ? അതിന് തിരിച്ചറിയാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു തോന്നലും ഒരു വോട്ടറുടെ മനസ്സിലും ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ ശ്രീ റഹ്മത്തുള്ള പറഞ്ഞതും അതുപോലെ തന്നെ CA ഷാക്കീർ പറഞ്ഞതിനെയും ഞാൻ ഒരു പരിധിവരെ ഞാൻ പിന്തുണയ്ക്കുക. മറ്റൊന്നുമല്ല, ഇപ്പോൾ CPM ഇങ്ങനെ ഒരു സമ്മേളനത്തിന് ഇല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയത് അതിന്റെ സമയവും സന്ദർഭവും ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു വർഷക്കാലമായി ഈ ഗാസയ്ക്ക് നേരെ നടക്കുന്ന ഈ ഭീകരമായ അതിക്രൂരമായ അക്രമങ്ങളും അവിടെ കുട്ടികൾ പട്ടിണി കൊണ്ട് മരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൗതുകരമായ ഒരു കാര്യം അഭിലാഷെ, അത് ശരിയാവുകയോ തെറ്റാവുകയോ ഇരിക്കട്ടെ, ഒരു 4 ദിവസത്തിനകം ഇത് അവസാനിക്കാൻ പോകുന്നു എന്നാണ് ലോകത്ത് നമ്മൾ ഇപ്പൊ കേൾക്കുന്ന ഒരു വാർത്ത. ട്രംപിന്റെ ഇടപെടല്, ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടല്, മറ്റ് മധ്യസ്ഥരുടെ ഇടപെടല്, അതുപോലെ തന്നെ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ അക്രമത്തിന് കടന്നുകയറ്റത്തിന് അവര് ക്ഷമയൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഘട്ടത്തിൽ. അപ്പോ നമ്മളെല്ലാം ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്നവരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് 3-4 ദിവസത്തിനകം ഈ കെടുതി അവസാനിക്കും എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ CPM ഈ ഐക്യദാർഢ്യവുമായി വന്നിരിക്കുന്നത്, റാലിയുമായിട്ട് വന്നിരിക്കുന്നത്, എന്റെ ബഹുമാന്യനായ ഞാൻ ആദരിക്കുന്ന രാഷ്ട്രീയ നേതാവ്, CPM-ന്റെ പരിണിതപ്രജ്ഞനായ നേതാവ് ശ്രീ സമ്പത്ത് പറഞ്ഞതുപോലെ അത്ര നിഷ്കളങ്കമായിട്ടുള്ള ഒന്നല്ല. അതിന്റെ പിന്നിൽ ഇറങ്ങിയിരിക്കുന്നത് തികച്ചും വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള CPM-ന്റെ കുതന്ത്രം, ആ കുതന്ത്രത്തിലെ രാഷ്ട്രീയമാണ്. ഇവിടെ അഭിലാഷി ചോദിച്ച ഒരു ചോദ്യം, ആഗോള അയ്യപ്പ സംഗമം നടത്തി NSS-ന്റെ നേതാവ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം ആരെങ്കിലും പറഞ്ഞ പോലെ ഇന്നത് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വോട്ട് ചെയ്യുന്ന ഒരു പൊതുസമൂഹമാണോ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ വളരെ കൃത്യമായി കഴിഞ്ഞ 9.5 കൊല്ലമായി ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അത് താങ്കൾ പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷേ അതിനുശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണന് NSS-ന്റെ സെക്രട്ടറിയുമായി ചർച്ച നടത്തി, മറ്റ് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ പോയി കണ്ടു. മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ തിരുവഞ്ചൂരിൻ്റെ മറുപടി എന്തായിരുന്നു? ഇല്ല എന്ന് പറയാനാകില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ സമുദായ നേതാക്കൾക്ക് പഴയതുപോലെയുള്ള സമുദായ സ്വാധീനമുണ്ടോ? ജനങ്ങൾ അല്ലെങ്കിൽ ഓരോ സമുദായത്തിൽപ്പെട്ടവർ സമുദായ നേതാക്കളെ അതേപടി അനുസരിക്കുന്നുണ്ടോ എന്നതൊക്കെ സംശയകരമാണ്. ഞാൻ അതിനോട് യോജിക്കുന്നു താങ്കളുടെ അഭിപ്രായത്തോട്. പക്ഷേ ഒരു ചെറിയ ശതമാനമെങ്കിലും വോട്ടുകൾ സ്വാധീനിക്കാൻ അവർക്കും ശേഷി ഉണ്ടാകുമല്ലോ. അതിനെ കോൺഗ്രസ് ഗൗരവത്തോടെ കാണുന്നുണ്ട് എന്നതുകൊണ്ടായിരിക്കുമല്ലോ ഈ തിരുവഞ്ചൂരൊക്കെ അങ്ങനെ പോയി കണ്ടതും. അല്ല ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഏതെങ്കിലും പാതകം ചെയ്തുവെന്നോ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളൊക്കെ തെറ്റാണോ എന്നൊന്നും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഇവരുമൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങൾ പുലർത്തുന്നു. പക്ഷേ ഞങ്ങൾ ചില ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ആ ചോദ്യത്തിന് മറുപടി ലഭിച്ചിട്ടില്ല. അങ്ങ് സൂചിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി അവരുടെ നിലപാട് മാറ്റിയിട്ടുണ്ടോ? അതായത് സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കേസിനെ സംബന്ധിച്ച് ഇപ്പോഴും ഇവർ പറയുന്നത് ഇപ്പൊ ഭരണഘടന വിശാലമായ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്നു, അതൊക്കെ നിൽക്കട്ടെ. ഞാൻ ശ്രീ സമ്പത്ത് സാറിനോട് വിനയപരിസരം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ശബരിമലയിലെ യുവതി പ്രവേശനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ അധ്യായം എന്നാ, അടഞ്ഞ അധ്യായം എന്നല്ല, കഴിഞ്ഞ അധ്യായം എന്നാ. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇവര് സംസാരിക്കുമ്പോൾ തന്നെ ഇതിനകത്തെല്ലാം ഇരട്ടത്താപ്പ് നിൽക്കുക. ആ ഇരട്ടത്താപ്പ് കേരളത്തിലെ പൊതുസമൂഹം, വിശ്വാസികളായ സമൂഹം അവർ ചർച്ച ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ശ്രീ സേനാപതി വേണു, ഞാൻ താങ്കളുമായി ഒരു ഡിബേറ്റിനോ അല്ലെങ്കിൽ തർക്കത്തിനോ വേണ്ടിയല്ല ഞാൻ പറയുന്നു. നമ്മൾ ആ വിഷയത്തിന്റെ മെറിറ്റ് എന്തുമായിക്കൊള്ളട്ടെ, ആ വിഭാഗം, അതായത് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ ശബരിമല യുവതീ പ്രവേശന സമയത്ത് വലിയ തോതിൽ വിശ്വാസികളായിട്ടുള്ളവർ പൊതുനിരത്തിലേക്ക് ഇറങ്ങുകയും പ്രതിഷേധം നടത്തുകയും ഒക്കെ ചെയ്തു. അതൊരു വസ്തുതയാണ്. അതിന് നേതൃത്വം നൽകുന്നവരിൽ NSS ഒക്കെ മുൻനിരയിലുണ്ടായിരുന്നു. അതേ NSS-ന്റെ സംഘടനാപരമായി ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ നിൽക്കുന്ന ആളാണല്ലോ സുകുമാരൻ നായർ. അദ്ദേഹം പറയുന്നത് എന്താണ്? കോൺഗ്രസും അല്ലെങ്കിൽ BJP സർക്കാരും ഒന്നും ചെയ്തില്ല, വിശ്വാസത്തെയും പാരമ്പര്യത്തെയും നിലനിർത്തുകയാണ് ചെയ്തത് ഇടതുപക്ഷ സർക്കാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേണമെങ്കിൽ അവിടേക്ക് യുവതികളെ പ്രവേശിപ്പിക്കാമായിരുന്നു, അതിന് തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്തു തന്നെയാണെങ്കിലും അവരെ പിന്തുണയ്ക്കുന്ന, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആ നിലപാടിൽ നിന്ന് മാറ്റം വരുന്നു എന്നത് രാഷ്ട്രീയമായി CPM-ന് നേട്ടമല്ലേ ഉണ്ടാക്കുക? അതല്ലേ കോൺഗ്രസ് വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ്. അതിനപ്പുറത്ത് താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇനി സുപ്രീം കോടതിയിൽ പോയാൽ അഫിഡവിറ്റ് മാറ്റുമോ,
അല്ലെങ്കിൽ ഈ പ്രവേശനത്തോട് നിലപാടെന്താണ്? അതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നോക്കിക്കാണുമ്പോൾ വോട്ട് പ്രധാനപ്പെട്ടതാണ് എന്ന് താങ്കൾക്കും എനിക്കുമൊക്കെ കൃത്യമായി അറിയാവുന്നൊരു സാഹചര്യത്തിൽ അതൊരു നേട്ടമോ വിജയവുമായി അംഗീകരിക്കേണ്ടി വരികയല്ലേ ശ്രീ സേനാപതി വേണു? അല്ല അഭിലാഷെ, വോട്ടിന്റെ ഘട്ടം വരുമ്പോ ഈ വിശ്വാസി സമൂഹം അവർ ഈ ചോദ്യം വളരെ കൃത്യമായി വിശകലനം ചെയ്യും. ആരാണ് വിശ്വാസി സമൂഹത്തോടൊപ്പം നിൽക്കുന്നത്, നാളെ ആരും നിൽക്കും, ഇപ്പോൾ ഞങ്ങൾ വിശ്വാസികളോടൊപ്പം എന്ന് പറയുന്നവരുടെ യഥാർത്ഥ നിറമെന്ത്? അത് കേരളത്തിലെ വിശ്വാസ സമൂഹം അതിന്റെ ഒരു അസിഡ് ടെസ്റ്റ് ആണ് അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ കാര്യം വളരെ സ്പഷ്ടമായി കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ മുമ്പാകെ ഞങ്ങൾ പറയാൻ പോകുന്ന ഇതാണ്. ഈ ആഗോള അയ്യപ്പ സംഗമം വിളിച്ചുകൂട്ടിയിരിക്കുന്ന ആളുകൾ, അവരുടെ നിലപാട്, അവരുടെ വിശ്വാസ സമൂഹത്തോടുള്ള നിലപാട്, ആ നിലപാടുകൾ എന്താണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയം ഡിബേറ്റിലേക്ക് എടുക്കേണ്ടതായി വന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോഴാണ് അയ്യപ്പ സംഗമത്തിന് പിന്നാലെ കൃത്യമായി കോഴിക്കോട് തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് അവിടെ പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ആ വിഭാഗത്തെ അല്ലെങ്കിൽ ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവരെ കൃത്യമായി അഭിസംബോധന ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്നൊരു സന്ദേശം CPM നൽകി കഴിഞ്ഞുവല്ലോ. അല്ല, ഇവിടെ ബഹുമാന്യായ ശ്രീ സമ്പത്ത് ഒരു ചിത്രം ഉയർത്തി കാണിച്ചല്ലോ. ഇവിടെ എന്താ പറഞ്ഞ CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയോടൊപ്പം, അന്നത്തെ സെക്രട്ടറിയോടൊപ്പം നിൽക്കുന്ന ചിത്രമൊക്കെ. ആരാണ് യഥാർത്ഥത്തിൽ ആദ്യം പലസ്തീനെ അംഗീകരിക്കുകയും ആ രാജ്യത്തെ അംഗീകരിക്കുക അതിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ യസർ അറാഫത്തിനെ ഇന്ത്യയിൽ സ്വീകരിക്കുകയും അവർക്ക് ഒരു രാജ്യത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ അംഗീകാരം കൊടുക്കുകയും ചെയ്തത് പഴയ കോൺഗ്രസ് ഗവൺമെന്റ് ആണ്, ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. മൈ ബ്രദർ, അതാണല്ലോ ഇന്ദിരാഗാന്ധി അവരെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. ആ ഒരു ചരിത്രം ഇവിടെ നിൽക്കുമ്പോൾ അപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടുകൾ വളരെ കൃത്യമല്ല. ഇവിടെ ആരാണ് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തവരുള്ളത്? എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരല്ലേ. പക്ഷെ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന ഈ സമയമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നാളെയോ മറ്റന്നാളോ വെടിനിർത്തൽ ഉണ്ടാകും എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തില് ഈ 24-ാം മണിക്കൂറിൽ അല്ലെങ്കിൽ 48-ാം മണിക്കൂറിൽ ഞങ്ങൾ പലസ്തീൻ ഈ വെടിനിർത്തലെന്ന് താങ്കൾ പറയുന്നു, വെടിനിർത്തലിന് ശേഷം ഉണ്ടാകുന്ന ഒരു ധാരണ എന്നത് പ്രധാനപ്പെട്ടതല്ലേ? അതായത് ഗാസ എന്ന ഭൂപ്രദേശത്തെ സംബന്ധിച്ച് ഇപ്പോഴും ഈ വെടിനിർത്തലിലേക്ക് പോയാൽ പോലും തർക്കമുണ്ടല്ലോ. അത് പലസ്തീന് വിട്ടു നൽകുമോ? പലസ്തീൻ്റെ ഭൂപ്രദേശമായി അംഗീകരിക്കുമോ? പലസ്തീൻ ജനതയ്ക്ക് കൃത്യമായ സ്വാതന്ത്ര്യം ലഭിക്കുമോ? അത്തരം ചർച്ചകളൊക്കെ നിൽക്കുന്നു.